ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകാൻ ഒരുങ്ങുന്ന മെക്സിക്കോ. അധോലോക നായകൻ എൽ മെഞ്ചോ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന കായിക മാമാങ്കത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മെക്സിക്കോയിലെ സുരക്ഷാ ആശങ്കകൾ ആരാധകരെ ഭയപ്പെടുത്തുന്നതാണ്. നെമിഷ്യോ ഒസെഗുവാര സെർവാൻഡസ്, ലോകം എൽ മെഞ്ചോ എന്ന് വിളിക്കുന്ന ഭീകരനായ ഡ്രഗ് ലോഡ്. ഇയാളെ പിടികൂടാനുള്ള നീക്കത്തിനിടെ ഗ്വാഡലഹാരയിൽ കൊല്ലപ്പെട്ടത് 70-ലധികം പേരാണ്. സുരക്ഷാ സേനയും കാർട്ടലുകളും തമ്മിലുള്ള തെരുവ് യുദ്ധം ഇന്നും തുടരുന്നു. ആശങ്കയുണ്ടാക്കുന്ന കാര്യം മറ്റൊന്നാണ്. ഈ ലോകകപ്പിലെ സുപ്രധാനമായ 4 മത്സരങ്ങൾ നടക്കേണ്ടത് ഇതേ ഗ്വാഡലഹാരയിലാണ്. മെക്സിക്കോയിൽ ആകെ 13 മത്സരങ്ങളാണ് നടക്കുന്നത്. എന്നാൽ ജലിസ്കോ സംസ്ഥാനത്ത് കാർട്ടൽ ആക്രമണങ്ങളും സുരക്ഷാ സംഘർഷങ്ങളും ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സുരക്ഷാ സേനയും ക്രിമിനൽ സംഘങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നഗരത്തിൽ ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. കളിക്കാർക്കും ആരാധകർക്കും ഇവിടേക്ക് വരാൻ ഭയമാണ്. പോർച്ചുഗീസ് ടീം ഇതിനോടകം തന്നെ തങ്ങളുടെ ആശങ്ക അറിയിച്ചു കഴിഞ്ഞു. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ പറയുന്നത് എല്ലാം ശുഭകരമായി നടക്കും എന്നാണ്. മെക്സിക്കോയുടെ ഒരുക്കങ്ങളിൽ താൻ സംതൃപ്തനാണെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. എന്നാൽ ഈ ആത്മവിശ്വാസം ടീമുകൾക്കില്ല. പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ ഇതിനോടകം തന്നെ മെക്സിക്കോയിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഫിഫയുടെ ഇരട്ടത്താപ്പ് ചർച്ചയാകുന്നത്. 2022 ഖത്തർ ലോകകപ്പിന് വേദിയായപ്പോൾ മനുഷ്യാവകാശങ്ങളുടെ പേരിൽ ലോകം ഖത്തറിനെ വേട്ടയാടി. എന്നാൽ മെക്സിക്കോയിൽ പരസ്യമായ ആക്രമണങ്ങളും സുരക്ഷാ ഭീഷണിയും ഉണ്ടായിട്ടും ഫിഫ കണ്ണടയ്ക്കുകയാണോ? ഖത്തറിന് മേൽ പ്രയോഗിച്ച കർശനമായ മാനദണ്ഡങ്ങൾ മെക്സിക്കോയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല? മെക്സിക്കൻ ഫുട്ബോൾ ഫെഡറേഷന്റെ കണക്ക് പ്രകാരം ഈ ലോകകപ്പ് അവർക്ക് ഏകദേശം 3 ബില്യൺ തുകയുടെ സാമ്പത്തിക നേട്ടമാണ് നൽകുന്നത്. 2016 ജോർദാൻ രാജകുമാരൻ അലി ബിൻ അൽ ഹുസൈൻ ഫിഫയെ വിശേഷിപ്പിച്ചത് 3 നിലകൾ ഭൂമിക്കടിയിലുള്ള ഒരു ബങ്കർ എന്നാണ്. അതായത് പുറം ലോകത്തിന് അവിടെ എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. മെക്സിക്കോ സിറ്റിയും മോണ്ടറിയയും നിലവിൽ സുരക്ഷിതമാണെങ്കിലും ഗ്വാഡലഹാരയിലെ അശാന്തി ലോകകപ്പിന് മുകളിൽ ഒരു കരിനിഴലായി നിൽക്കുന്നു. താരങ്ങൾ, ഉദ്യോഗസ്ഥർ, യാത്ര ചെയ്യുന്ന ആരാധകർ എന്നിവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ആക്രമണങ്ങൾ അടിവരയിടുന്നു. ലോകശ്രദ്ധ ടൂർണമെന്റിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ഫിഫ അപകട സാധ്യതകൾ അംഗീകരിക്കുന്നുണ്ടോ അതോ സുരക്ഷയേക്കാൾ മറ്റു താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.